ഇന്നലെ നാലമ്പലത്തിനകത്തേക്ക് അങ്ങനെ കയറുമ്പോൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം നിറമാലകൾ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശ്രീലകത്തേക്ക് നോക്കിയാലോ എന്തൊരു ചന്ത കാണാന്നറിയോ. നമുക്ക് ഒരു കൗതുകവും ഒരു വാത്സല്യവും ഒക്കെ തോന്നുന്ന ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ്, ഒരു കുഞ്ഞി കൃഷ്ണനായിട്ടാണ് ഇന്നലെ നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വെണ്ണക്കണ്ണനായിട്ട് വെണ്ണക്കുടമൊക്കെ ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ട കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആ വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മുഖമൊക്കെ കാണാൻ, ആ ഒരു മുഖം, ഭഗവാന്റെ ഇന്നലത്തെ മുഖം ഇപ്പോഴും ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നല്ല സുന്ദരനായിട്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞി കൃഷ്ണൻ. അങ്ങനെയാണ് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ. ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ടായിരുന്നു, ഒരെണ്ണം നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ഉണ്ടമാലകളുണ്ട് ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത്. ഒരു പ്രത്യേക ഭംഗിയൊക്കെയുള്ള, നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മാല കാണാനായിട്ട്. അതായത് നന്ദ്യാർവട്ട പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ കുത്തുകുത്തു പോലെ തെച്ചിപ്പൂക്കൊണ്ട് ഇങ്ങനെ കോർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ തുളസിയുടെ ഇടയിൽ തെച്ചിയായിട്ട് പിന്നെയും ആ നന്ദ്യാർവട്ടത്തിൻ്റെ ഉള്ളിലെ കുത്തുകുത്തുകൾ പോലെ തെച്ചിപ്പൂവ് ഇങ്ങനെ കോർത്തിട്ടായിരുന്നു ആദ്യത്തെ മാലയുണ്ടായിരുന്നത്. രണ്ടാമത്തെ മാല താമരയും തെച്ചിയും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടായിരുന്നു കേട്ടോ. ഇതിന് നടുക്കാണ് നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ വെണ്ണയുണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു ഗോപി തിലകമൊക്കെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വലിയ കാതുപൂക്കളുണ്ട്. ആ കാതുപൂക്കൾക്ക് മുകളിലും ഓരോ ഗോപി തിലകങ്ങൾ കാതുകൾക്ക് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പുഞ്ചിരിയോടെ ഇരിക്കുന്ന ആ ഒരു മുഖഭാവത്തോട് കൂടിയിട്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളൊക്കെ നല്ല വീതിയിലുള്ളത്, അതൊക്കെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഈ വലതുവശത്തായിട്ട് ഒരു വെണ്ണക്കുടം ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടേക്കും മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല. കാരണം ചെറിയൊരു ഉണ്ണിയാണേ, 1 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. അപ്പോൾ വെണ്ണ ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് യശോദാമ്മ. അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ നോക്കിയിട്ടാണ് കേട്ടോ. ആ ഓടക്കുഴലും ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ ഒരിക്കലും ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു ഭാവം, ഒരു രീതി ഭഗവാനില്ലല്ലോ. അപ്പോൾ ഓടക്കുഴലുണ്ട്, വെണ്ണയുണ്ട് ഇന്നലെ ഭഗവാന്റെ അടുത്തായിട്ട്. ആ പട്ടുകോണകമൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. അരയിൽ കിങ്ങിണിയും അതേപോലെ തന്നെ കാൽത്തളകളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചാർത്തിയിരിക്കുന്നത്. അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് ശ്രീലകത്ത് ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഒരു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണയുണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇന്നലെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു കുഞ്ഞികൃഷ്ണൻ്റെ ആ ഒരു വെണ്ണക്കണ്ണൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ.